കൗള കിച്ചൺ മാജിക് സീസൺ 3ലേക്ക് സ്വാഗതം. ഒരുപാട് റൗണ്ട്സിലൂടെ നമ്മളുടെ മത്സരാർത്ഥികൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. വ്യത്യസ്തമായ പല പല വിഭവങ്ങളും പരീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ സർപ്രൈസ് റൗണ്ട്സ് ഉണ്ട്, പിന്നെന്താ പറയുക, നമ്മൾ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ തയ്യാറാക്കുന്ന വിഭവങ്ങളും തയ്യാറാക്കുന്നുണ്ട്. എങ്കിലും ചില കാര്യങ്ങൾ ഒരു പക്ഷേ പല പ്രേക്ഷകർക്കും അറിയാൻ ഇഷ്ടമുള്ള കാര്യങ്ങളായിട്ട് മാറുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, എന്താ പറയുക, ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളുടെ വീടുകളിൽ അല്ലെങ്കിൽ നമ്മളുടെ നാട്ടിൽ പണ്ട് കാലത്തുണ്ടായിരുന്ന വിഭവങ്ങൾ ഒരു പക്ഷേ ഇപ്പോൾ അതൊന്നും തന്നെ നിലവിലുണ്ടാവില്ല. ഒരു കടയിൽ പോയി നമുക്ക് വാങ്ങാനൊക്കില്ല. ഒരു പക്ഷേ വീടുകളിൽ പോലും അത് തയ്യാറാക്കുന്നുണ്ടാകില്ല. അതിനെന്താ പറയുക, മൺമറിഞ്ഞു പോയ ചില വിഭവങ്ങൾ എന്ന് പറയാം. അതല്ലെങ്കിൽ അതിന് മറ്റൊരു പേരിടാം, ഗ്രാൻഡ് മദേഴ്സ് റെസിപ്പീസ്. മുത്തശ്ശികളുടെ ചേരുവകൾ ചേർത്തുണ്ടാക്കുന്ന മുത്തശ്ശി വിഭവങ്ങൾ. എങ്ങനെയുണ്ടാവും അത്തരം വിഭവങ്ങളെക്കുറിച്ച് അറിയാൻ സാധിച്ചാൽ? ഒരു പക്ഷേ ഇപ്പോഴുള്ള തലമുറയ്ക്കോ അല്ലെങ്കിൽ ഇതിൻ്റെ തൊട്ട് മുന്നേ ഉള്ള തലമുറയ്ക്കോ പോലും മനസ്സിലാകാത്ത അല്ലെങ്കിൽ അവർക്ക് പോലും അറിയാത്ത ചില വിഭവങ്ങളായിരിക്കും. അത് ഇനിയുള്ള തലമുറയ്ക്ക് മനസ്സിലാക്കാൻ വേണ്ടിയും അതിനെക്കുറിച്ചൊരു ചെറിയ ഒരു ഐഡിയ അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു ചെറിയൊരു രൂപം നമ്മൾക്ക് കഴിച്ചു നോക്കിയും അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കിയൊക്കെ മനസ്സിലാക്കുക എന്നുള്ള അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ വളരെ സന്തോഷമായിരിക്കില്ലേ? അതുകൊണ്ട് തന്നെ നമ്മളുടെ മത്സരാർത്ഥികൾക്ക് ഇനി കൊടുക്കാൻ പോകുന്ന റൗണ്ട് ഒരു എന്താ പറയുക, ഗ്രാൻഡ് മദേഴ്സ് റെസിപ്പി ആയിരിക്കും. എന്തായാലും അവരോട് നമ്മൾ ഗ്രാൻഡ് മദേഴ്സ് റെസിപ്പി എന്താണ് എന്നൊക്കെ മനസ്സിലാക്കി കുറച്ച് റിസർച്ച് വർക്ക് ചെയ്തിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. റിസർച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ഗവേഷണമൊക്കെ നടത്തി കണ്ടുപിടിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അവരെത്രത്തോളം അത് നന്നായിട്ട് ഗവേഷണം ചെയ്തിട്ടുണ്ട്, അവരേത് രീതിയിലുള്ള വിഭവങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്, അത് ശരിക്കും ഗ്രാൻഡ് മദേഴ്സ് റെസിപ്പി തന്നെ ആണോ, ഇത്തരം കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു റൗണ്ടിൽ പരിശോധിക്കുന്നത്. എന്തായാലും ഈ ഗ്രാൻഡ് മദേഴ്സ് റെസിപ്പി റൗണ്ട് കാണുക, ആസ്വദിക്കുക. അങ്ങനെ ഗ്രാൻഡ് മദേഴ്സ് റെസിപ്പീസുമായിട്ട് നമ്മുടെ മത്സരാർത്ഥികളെല്ലാം റെഡിയായി നിൽക്കുവാണ്. അപ്പോൾ എന്താണ് വളരെ ഡിഫറെന്റ് ടൈപ്പുള്ള ഓരോ നമ്മൾ മറന്നിരിക്കുന്ന ഓരോ റെസിപ്പീസ്. നമുക്ക് മറന്നിരിക്കുന്ന മാത്രമല്ല, എനിക്ക് തോന്നുന്നു പലർക്കും അറിയാത്ത കുറേ കാര്യങ്ങളല്ലേ, ഒരുപാട് പേർക്ക് അറിയില്ല. എനിക്ക് തോന്നുന്നു നമുക്ക് പോലും ഒരു പക്ഷേ ഇതിൽ പല കാര്യങ്ങളും അറിയില്ല, നമുക്കറിയില്ല. നമ്മളെപ്പോലെ അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഒരു ട്രഡീഷണൽ അല്ലേ, പക്ഷെ വളരെ നാടൻ. അപ്പോൾ എന്തായാലും ഓരോരുത്തരായിട്ട് വിളിച്ച് നമുക്ക് കാണാം. ഓക്കെ, ഫസ്റ്റ് ആരാ? അശ്വതി. ഓക്കെ, അശ്വതി വരും. അശ്വതി ഒരു ട്രീറ്റ് തന്നെ ഞങ്ങൾക്കായിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ഞങ്ങൾക്ക് മാത്രമായിട്ടല്ല, എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്ക് എല്ലാവർക്കും. കംപ്ലീറ്റ് കൂവ കൊണ്ടുള്ള പരിപാടിയാണ് അല്ല? അല്ല, ഒരു കാര്യം കൊണ്ടുള്ളൂ, കൂവയും പന, ചാമ, 3 കാര്യങ്ങൾ. ഇത് കൂവ പായസം, പനം കഞ്ഞി, കൂവ ഉള്ളി വരകിയത്, ഇത് പനം വരട്ടിയത്, ഇത് കൂവ അവലോസ് പൊടി, ചാമ ചക്കരച്ചോറ്, അത് കൂവ കാച്ചിയത്, അത് കൂവ ഉള്ളി വരകിയത്, എല്ലാം കൂവ, ചാമ ആൻഡ് പനം. ഒരു പക്ഷേ ഒരിക്കൽ പോലും നമുക്ക് സ്വാദം നോക്കാൻ പറ്റുമായിരുന്നില്ല അശ്വതി ഇത് തയ്യാറാക്കി തന്നില്ല എന്നുണ്ടെങ്കിൽ അല്ലേ? അശ്വതി ശരിക്കും റിസർച്ച് നടത്തിയവരാണ്. നല്ല വർക്ക് ചെയ്തു അല്ലേ? ആരാ ഹെൽപ്പ് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ? അച്ഛനാണെന്ന്. അച്ഛൻ. ഫാദർ പ്രൊഫസറാണ്. ഓക്കെ. പുള്ളിയുടെ റിസർച്ച് വർക്ക് ഈ കൂവ വെച്ചിട്ടായിരുന്നു എന്ന് പറഞ്ഞു. ഓക്കെ, പക്ഷേ ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കണം. വെരി സർപ്രൈസിങ്. എങ്ങനെയാണ് ഇതൊക്കെ തയ്യാറാക്കുന്നതെന്നല്ലേ? ഇതൊരു പക്ഷേ ആർക്കും അറിയാത്ത കാര്യങ്ങളാണ്, മൺമറഞ്ഞു പോയ വിഭവങ്ങൾ തന്നെയാണ്. എന്നാലും നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം അശ്വതി ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത്. ഈ മറന്നുപോയ അല്ലെങ്കിൽ അറിയപ്പെടാതെ പോയ ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഈ വിഭവങ്ങൾ കൂവ കൊണ്ടും ചാമ, പന, ഇത്രയും കാര്യങ്ങൾ കണ്ടു നോക്കുക. ഇന്ന് നമ്മളുടെ മൺമറഞ്ഞ റൗണ്ടാണ്. മുത്തശ്ശിമാരുടെ റെസിപ്പീസ് പണ്ട് ആരൊക്കെ യൂസ് ചെയ്തത്, നമ്മളിപ്പം ആരും മെനക്കെടാൻ യൂസ് ചെയ്യാറോ ഇല്ലാത്ത കുറച്ച് ഡിഷസാണ് ഞാൻ ഇന്നിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഞാൻ ആദ്യം ചാമ അരിനെ കൊണ്ട് ഒരു ചക്കരച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. ഈ ചാമ അരിയൊന്നും ഇപ്പോൾ ആരും യൂസ് ചെയ്യുന്നത് പോലും ഇല്ല, പക്ഷേ അതിന് ഭയങ്കര റിച്ച് ഇൻ പ്രോട്ടീൻസ്, വിറ്റമിൻസ് എല്ലാം ആണ്. പക്ഷേ എന്നിട്ടും ആരും ഇപ്പോഴത്തെ മോഡേൺ സ്റ്റൈലിൽ ഇതില്ല. അപ്പോൾ അതുകൊണ്ട് പണ്ട് യൂസ് ചെയ്തൊരു ചാമ അരിനെ കൊണ്ടുള്ളൊരു ചക്കരച്ചോറ്. അതിനുവേണ്ടി ചാമ കുറച്ച് നേരം ഒന്ന് വെള്ളത്തിൽ പൊതിരാൻ വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് നമുക്ക് വേവിക്കാനിടാം.
ചാമ അരി നമ്മളൊരു ഏകദേശം ഒരു 1/4 കപ്സ് എടുത്തിട്ടുണ്ട്. അതൊന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് ശർക്കരയും കനിച്ച് വെച്ചിരിക്കുന്ന ശർക്കരയും തേങ്ങയും ഇട്ട് കൊടുക്കാം. നമുക്ക് ചാമയുടെ ചക്കരച്ചോറ് ഉണ്ടാക്കാം. കൂവ കൊണ്ടൊരു അവിലൂസ് പൊടി ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് കാൽ കപ്പോളം കൂവപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പിലും കുറച്ച് അരിപ്പൊടി, വറക്കാത്ത അരിപ്പൊടി. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തു നമ്മൾ. ഒരു പിഞ്ച് എള്ള്, ഇനി ഇതിലേക്ക് നമുക്ക് ഏകദേശം 1 കപ്പ് തേങ്ങ ചിരണ്ടിയത് ഇട്ട് കൊടുക്കണം. അതൊന്ന് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചിട്ട് ആ ഒരു യൂണിഫോം സൈസ് കിട്ടും നമുക്ക്. ഈ തേങ്ങ നമ്മൾ ഇതിലേക്ക് ഇട്ട് നമ്മൾ പുട്ടിന് കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കണം. ഇതിനിടയിൽ നമ്മൾ ചാമ അരി വേവിക്കാൻ വെച്ചതൊന്ന് ഈ കൂവ എന്ന് പറയുന്നത് 2 തരമുണ്ട്. ബ്ലാത്തി കൂവയും നാടൻ കൂവയും. ഈ നാടൻ കൂവ എന്ന് പറയുന്നത് ഈ നീലക്കൂവ എന്ന് പറയുന്ന സാധനമാണ്. ഇത് ഭയങ്കര ഹെൽത്തിയാണ്. നമ്മളുടെ മെഡിസിനൽ വാല്യൂ അധികമുള്ള കൂവയാണ് ഇത്. പക്ഷേ ഇതൊക്കെ ഇപ്പം കുറച്ച് ആയുർവേദിക് മെഡിസിൻസിനൊക്കെ യൂസ് ചെയ്യുന്നുള്ളൂ. പണ്ടുള്ളവർ ഇത് വെച്ചിട്ട് പല പല ഡിഷസ് ഉണ്ടാക്കുമായിരുന്നു. പക്ഷേ ഇതിൻ്റെ പൊടി എടുക്കുന്ന പ്രോസസ്സ് കുറച്ച് നല്ല ബുദ്ധിമുട്ടുള്ള പണിയാണ്. എൻ്റെ അച്ഛൻ ഇതിൽ റിസർച്ച് ചെയ്തിട്ടുണ്ട്. അച്ഛൻ ബോട്ടണിസ്റ്റാണ്. അപ്പം അച്ഛൻ്റെ റിസർച്ച് ആയിരുന്നു ഈ ഒരു നാടൻ കൂവ, നീലക്കൂവ എന്ന് പറയുന്ന ഇത്. കൂവ ഒരു ഇഞ്ചി വർഗത്തിൽപ്പെട്ടൊരു സാധനമാണ്. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ പ്രോസസ്സ് ഞാൻ വീട്ടിലൊരിക്കലും കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ പൊടി എടുക്കുന്നത്, ഇതിൻ്റെ ഒരു 10 കിലോയെങ്കിലും കൂവ നമ്മളെടുത്ത് തോല് കളഞ്ഞ് അരിച്ച് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കണം. എന്നിട്ട് അത് എടുത്തു കഴിഞ്ഞിട്ട് കിട്ടുന്നത് അവസാനം ഏറി വന്നാൽ 1 കിലോ പൊടിയൊക്കെ കിട്ടുള്ളൂ. പക്ഷേ എന്നാലും അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. നമുക്ക് ഈ കൂവേനെ കൊണ്ടൊരു കൂവ കാച്ചിയതെന്ന് പറഞ്ഞൊരു ഡ്രിങ്കും ഉണ്ടാക്കണം. ചാമ ഏകദേശം ഒരു 10 മിനിറ്റെങ്കിലും വേവാനുണ്ട്. ലോ ഫ്ലെയിമിലാണ് കൂവ അവിലൂസ് പൊടി ഉണ്ടാക്കേണ്ടത്. ഇതിൻ്റെ പണി തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ കൈയെടുക്കാതെ ഇളക്കിയും കൊണ്ടിരിക്കണം. ഇത് പണ്ടൊക്കെ സ്ഥിരമായിട്ട് വീട്ടിലൊക്കെ ഉണ്ടാക്കാറുള്ളതാണ് ഈ കൂവേനെ കൊണ്ടുള്ള അരിപ്പൊടീനെ കൊണ്ടൊക്കെ അവിലൂസ് പൊടി. പക്ഷേ ഇപ്പോൾ ആരും ഇതൊന്നും ഉപയോഗിക്കാറ് പോലുമില്ല. ഇതിലേക്ക് ഒരു 3-4 മണി ജീരകം ഇടുന്നുണ്ട്. ഇതിങ്ങനെ ഒരു സ്ലോ ഫ്ലെയിമിൽ കിടന്നിട്ടാണ്. ഈ കട്ട കുറച്ച് വലിയ തേങ്ങാ പീസസ് കുടുങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് എടുത്ത് മാറ്റാം. ഈ കൂവേനെ കൊണ്ട് നമുക്ക് പല ഡിഷസ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഈ അവിലൂസ് പൊടി. കൂവ വരകിയത്, ഈ കൂവ കാച്ചിയത്, കൂവ പായസം, കൂവേൻ്റെ കൈവീശൽ, കൂവേനെ കൊണ്ട് അട, കൂവേനെ കൊണ്ട് ഓട്ടട, പത്തിരി, ഇതൊക്കെ പണ്ടുള്ളവർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ കൂവ കാച്ചിയതൊക്കെ നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് ഭയങ്കര നല്ലതാണ്. ഈ ജനിച്ചുടനുള്ള കുട്ടികൾക്ക് വരെ ഇത് ക്ഷീണം മാറുന്നതിന് വേണ്ടിയിട്ട് കൂവ കാച്ചിയത് നമ്മൾ കൊടുക്കാറുണ്ട്. ഇൻ ബിറ്റ്വീൻ ചാമ വേവുന്നതെന്ന് നോക്കണം നമ്മൾ. നമുക്കിതിൽ കുറച്ചൊരു അൺഈവൻ പീസസ് ഓഫ് തേങ്ങ കിടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതൊന്ന് അടിച്ചെടുക്കണം.
നമ്മളെ ചക്കരച്ചോറിന് വേണ്ടിയിട്ട് ചാമ ഏകദേശം വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളുടെ ചാമ ഏകദേശം വെന്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. ഒരു പൊടിക്ക് ഉപ്പ്, ശർക്കര പാവ് കാച്ചി വെച്ചത്, നമ്മുടെ ചക്കരച്ചോറ് റെഡി ആയിട്ടുണ്ട്. പൂവ അവിലോസ് പൊടി ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആണ് ഇതിൻ്റെ കളറ് വന്നിട്ട്. നമ്മൾ ഇതിൻ്റെ തീ ഓഫ് ചെയ്തിട്ട് അപ്പം തന്നെ നമ്മൾ പഞ്ചസാര ഇട്ടാലേ ഉള്ളൂ ഈ ഷുഗറും അവിലോസ് പൊടിയും കൂടെ ഒരു ഇതാവുള്ളൂ. ഇതിൻ്റെ ശരിക്കും കണക്കെന്ന് പറയുന്നത് 1 ഗ്ലാസ് പൊടിക്ക് 2 ഗ്ലാസ് തേങ്ങ എന്നാണ്. ഞാനിവിടെ 1/4 കപ്പ് കൂവയും 1/4 കപ്പ് അരിപ്പൊടിയാണ് എടുത്തത്. അപ്പോൾ 1/2 കപ്പ് അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് എള്ളും ജീരകവും ഇട്ടിട്ടുണ്ട്. ഒരു നുള്ളു ഉപ്പും ഇട്ട് നമ്മൾ തീ ഓഫ് ചെയ്തു. അതിലേക്ക് 1 സ്പൂണോളം പഞ്ചസാര ഞാൻ ഇട്ടിട്ടുണ്ട്. ബാക്കി നമുക്ക് വേണമെങ്കിൽ ഇടാം. മധുരം പാകമാണ്. നമുക്കിത് സെർവിങ് ബൗളിലേക്ക് മാറ്റി വെക്കാം. നമ്മളുടെ ചാമ ചക്കരച്ചോറ് നമുക്ക് ബൗളിലേക്ക് സെർവ് ചെയ്യാൻ വെക്കാം.